ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് മെയ് 7-ന് കൊടിയേറും. കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് 14-ന് നടക്കുന്ന ഊട്ടുതിരുനാളിന് ചൊവ്വാഴ്ച കൊടിയേറും. രാവിലെ 10-ന് കണ്ണൂർ രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുന്തല പിതാവിനെ റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. 10:15-ന് അഭിവന്ദ്യ പിതാവ് കുടികയറ്റം നിർവഹിക്കും. കുടിയേറ്റ സമയത്ത് കൊടിമരത്തിന് ചുറ്റുമായി വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലെ പ്രധാന അത്ഭുതങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും വർണ്ണ വസ്ത്രങ്ങളണിഞ്ഞ കുട്ടികളും മാലാഖമാരും വർണ്ണ ബലൂണുകളും കുടികയറ്റ കർമ്മത്തെ വർണ്ണാഭമാക്കും. തുടർന്ന് അഭിവന്ദ്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി, വചനപ്രഘോഷണം എന്നിവയുണ്ടാകും. തുടർന്ന് നൊവേന ആരാധന രാവിലെ 6:15 മുതൽ വൈകിട്ട് 6:30 വരെ തുടർച്ചയായി ദിവ്യബലി, നൊവേന ആരാധന എന്നിവ നടക്കും. തുടർന്നുള്ള തിരുനാൾ ദിവസങ്ങളിൽ വൈകിട്ട് 5:30-ന് ദിവ്യബലി, നൊവേന ആരാധന എന്നിവ നടക്കും. പ്രമുഖ വൈദിക ശ്രേഷ്ഠർ കാർമ്മികരാകും. 11-ന് ഇടവക ദിനം ആചരിക്കും. വൈകിട്ട് 5:30-ന് നടക്കുന്ന ദിവ്യബലിക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികരാകും. തുടർന്ന് കുടുംബ യൂണിറ്റുകളിലെ കലാസന്ധ്യ നടക്കും. 12-ന് രാവിലെ 9:40-ന് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ പിതാവിന് സ്വീകരണം നൽകും. തുടർന്ന് പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ വചന സന്ദേശം നൽകും. തുടർന്ന് ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായ പദ്ധതി സ്നേഹ സാന്ത്വനത്തിൻ്റെ ഉദ്ഘാടനം പിതാവ് നിർവഹിക്കും. 14-നാണ് ഊട്ടുതിരുനാൾ. രാവിലെ 10:15-ന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഊട്ടുനേർച്ച ആശീർവദിക്കും. തുടർന്ന് അഭിവന്ദ്യ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ നെൽസൺ ജോബ് വചന സന്ദേശം നൽകും. ഈ വരുന്ന ചൊവ്വാഴ്ച 7-ാം തീയതി 2024 വർഷത്തിലെ ആഘോഷമായിട്ടുള്ള ഊട്ടുതിരുനാൾ ആരംഭം കുറിക്കുന്നു. 10 മണിക്ക് കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുന്തല പിതാവോട് എത്തിച്ചേരും. 10:15-ന് കൊടികയറ്റം ആഘോഷമായിട്ട് നടത്തപ്പെടുന്നു. തുടർന്നുള്ള ദിവ്യബലിയിലും മറ്റുമൊക്കെ അഭിവന്ദ്യ പിതാവ് അലക്സ് പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും ചൊവ്വാഴ്ചയാണ്, ബുധനാഴ്ച തുടങ്ങി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ആഘോഷമായിട്ടുള്ള ദിവ്യബലിയും തിരുക്കർമ്മങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ദിവസം മറ്റു ദിവസങ്ങൾ ഒഴിച്ചാൽ ഞായറാഴ്ചയാണ്. 12-ാം തീയതി ഞായറാഴ്ച 10 മണിക്കുള്ള തിരുക്കർമ്മങ്ങൾക്ക് അഭിവന്ദ്യ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ പിതാവ് വന്ന് മുഖ്യ കാർമ്മികത്വം നൽകും. അന്നേ ദിവസം നമ്മളിവിടെ പ്രസിഡന്റിമാരുടെ പ്രത്യേക ദിവസമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 120ഓളം പ്രസിഡന്റിമാർ ആ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് പ്രസിഡന്റിമാരായിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടുകൂടിയാണ്. അല്ലെങ്കിൽ പുതിയ നിയോഗങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കാനും അങ്ങനെയൊക്കെ നിയോഗങ്ങൾ വയ്ക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള ഒരു വലിയ വിശ്വാസത്തിലുമാണ് പ്രസിഡന്റിമാരായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു ദിവ്യബലിയായിട്ട് 10 മണിക്ക് വെച്ചിരിക്കുകയാണ്. കല്ലറയ്ക്കൽ പിതാവ് അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. ആ ദിവ്യബലിക്ക് ശേഷം ഞങ്ങൾ ഈ വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം വെച്ചിട്ടുണ്ട്. അത് തുടർന്ന് അഭികാരത്തെ തുടർന്ന് ഈ വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നതാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ സ്നേഹ സാന്ത്വനം എന്നാണ് അതിന് പേരിട്ട് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഒരുപാട് പേര് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ക്യാൻസർ രോഗബാധിതരും വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരുമായിട്ടുള്ളവരെ സഹായിക്കാൻ ഈ വർഷം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉദ്ഘാടനം അന്ന് നിർവഹിക്കും.